ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ ആദ്യം ഒരു ഉരുളി എടുത്ത് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ വറ്റൽമുളക് 3 എണ്ണം ചെറുതായിട്ട് കീറിയെടുത്തത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലോട്ട് ഇത്തിരി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു ഇത്തിരി നേരം കൂടി ഒരു 5 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് നല്ലോണം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ സവാള, അതായത് ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. 3 സവാള നീളത്തിലായിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. ചെറിയ കുഞ്ഞ സവാളയാണ്, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ചെറിയ ഉള്ളി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. സവാള നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ചെറുതീയിലിട്ടിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ ആദ്യം ഒന്ന് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇനി ഇതൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.